വിശദാംശങ്ങളിലേക്ക്. കോതമംഗലം സംഘർഷത്തിൽ മുഹമ്മദ് ഷിയാസിനെ വിടാതെ പോലീസ്. ഡിവൈഎസ്പിയെ ആക്രമിച്ചതിന് ഷിയാസിനെതിരെ പുതിയ കേസ്. പോലീസ് നീക്കം പൊതുമുതൽ നശിപ്പിച്ചതിന് ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞതിന് പിന്നാലെയാണ്. വിവരങ്ങളുമായി അശ്വതി ചേരുന്നു. അശ്വതി, എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്? പുതിയ സംഭവവികാസങ്ങൾ എന്ത്? ഫിജി എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെതിരെ വീണ്ടും കേസ് വന്നിരിക്കുകയാണ്. ഡിവൈഎസ്പി ആക്രമിച്ചുവെന്ന് കുറ്റപ്പെടുത്തിയാണ് ഇദ്ദേഹത്തിനെതിരെ കേസ് വന്നിരിക്കുന്നത്. നേരത്തെ മൃതദേഹത്തോട് അനാദരവ്, പൊതുമുതൽ നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി ഷിയാസിനെതിരെ കേസ് എടുത്തിരുന്നു. അതേസമയം പുതിയ കേസിലും ഷിയാസ് ജാമ്യ ഹർജി നൽകിയിട്ടുണ്ട്. ഈ കോതമംഗലം കോൺഗ്രസ് പ്രതിഷേധത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ DCC പ്രസിഡന്റ് ഷിയാസിന്റെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി ഉത്തരവിട്ട ശേഷമാണ് പുതിയ കേസ് വന്നിരിക്കുന്നത്. മാർച്ച് 16 വരെ ഷിയാസിനെ അറസ്റ്റ് ചെയ്യരുതെന്ന് ജസ്റ്റിസ് CN ചെയ്യരുതെന്നായിരുന്നു ഹൈക്കോടതി ബെഞ്ചിന്റെ ഉത്തരവ്. കേസിൽ സർക്കാരിനോട് കോടതി വിശദീകരണം തേടുകയും ചെയ്തിട്ടുണ്ട്. ഈ ഷിയാസിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ആദ്യ സംഭവത്തിൽ ഷിയാസിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ബസ് ആക്രമിച്ചതിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് കോടതിയുടെ ഈ നിർദ്ദേശമുണ്ടായത്. കേസിൽ സർക്കാരിനോട് കോടതി വിശദീകരണം തേടുകയും ചെയ്തു. ഷിയാസിനെതിരായ കുറ്റങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്നതല്ലെന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. തന്നെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുണ്ടായ സംഭവത്തിൽ താൻ എങ്ങനെ കുറ്റക്കാരനാകുമെന്നായിരുന്നു ഷിയാസ് ആ കേസിൽ ചോദിച്ചിരുന്നത്. ഈ പ്രതിഷേധ കേസിൽ ജാമ്യം കിട്ടിയ ഷിയാസിനെ വീണ്ടും അറസ്റ്റ് ചെയ്യാൻ പോലീസ് നീക്കം നടത്തിയിരുന്നു. ഇതോടുകൂടി കോതമംഗലം മജിസ്ട്രേറ്റ് കോടതി പരിസരത്ത് ഒരു സംഘർഷവും ഉണ്ടായി. തുടർന്ന് ഷിയാസും മാത്യു കുഴൽനാടൻ MLAയും കോടതിയിലേക്ക് ഓടിക്കയറുകയായിരുന്നു. ഇതോടെ അന്വേഷണ ഉദ്യോഗസ്ഥനെ കോടതി വിളിപ്പിക്കുകയും ചെയ്തു. മാത്യു കുഴൽനാടനും ഷിയാസും മാധ്യമങ്ങളെ കണ്ട ശേഷം പിരിഞ്ഞു പോകുമ്പോഴാണ് മൂവാറ്റുപുഴ ഡിവൈഎസ്പിയും സംഘവും ഷിയാസിനെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചത്. ഇതോടെ കോൺഗ്രസ് പ്രവർത്തകൻ ഡിവൈഎസ്പിയുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു. മുമ്പ് നടന്ന പ്രതിഷേധത്തിനിടെ കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് വാഹനം തകർക്കുകയും താക്കോൽ എടുക്കുകയും ചെയ്തിരുന്നു. ഇതിൽ വാഹനം മോഷ്ടിച്ചു എന്നതടക്കമുള്ള കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് കേസുകളിൽ വന്നിട്ടുള്ളത്. ഇതിന് പുറമെയാണ് ഇപ്പോൾ ഷിയാസിനെതിരെ പുതിയ കേസും കൂടി എടുത്തിരിക്കുന്നത്. ഈ കേസിലും ജാമ്യ ഹർജി നൽകിയിട്ടുണ്ട്. അതിനൊരു തീരുമാനം ഇനിയും ഉണ്ടാകാനുണ്ട്. ഫിജി. ശരി അശ്വതി.